നിങ്ങളൊരു ബീഫ് ലവറൊക്കെ ആണെങ്കിൽ മസ്റ്റ് ട്രൈ ഐറ്റമായിട്ടുള്ള ഒരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് എല്ലോട് കൂടിയ ബീഫ് ഉപ്പും പച്ചമുളകും ഇട്ട് വേവിച്ച് വെക്കുക. പിന്നെ ഒരു മുറി തേങ്ങയിൽ നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു അരപ്പ് റെഡിയാക്കി എടുക്കുക. പിന്നെ നമ്മൾ ചക്കക്കുരുവും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തത് ഉപ്പിട്ടിട്ട് വേവിച്ച് വെക്കണം. അപ്പോൾ ചക്ക ഒരു 4-5 വിസിൽ വരെ വേവിക്കുക. അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. വെന്ത ചക്ക നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കൂട്ട് ആഡ് ചെയ്യുക, അതായത് ബീഫ് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ തേങ്ങേൻ്റെ അരപ്പ് റെഡിയാക്കി വെച്ചില്ലേ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 2 തള വരെ തിളപ്പിക്കുക. പിന്നെ അതിലോട്ടേക്ക് നമ്മൾ കടുകും കറിവേപ്പിലയും കാച്ചി വയ്ക്കുക. ഞാനിവിടെ ഈ സ്റ്റെപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് ചെയ്തത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ബീഫ് ആഡ് ചെയ്യുന്നത്. എനിക്ക് വെച്ച് കഴിഞ്ഞാൽ കാച്ചി ഒഴിച്ചതിന് ശേഷം എനിക്ക് കുറച്ച് ചക്കപ്പുഴുക്ക് മാറ്റി വെക്കണം. ബീഫ് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ബീഫ് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് ഞാനിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ബീഫ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ ബീഫ് ആഡ് ചെയ്ത് തേങ്ങയൊക്കെ ആഡ് ചെയ്ത് മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് കടുകും കറിവേപ്പിലയിട്ടും കാച്ചിയാൽ മതി. അപ്പം നല്ല ചൂടോടുകൂടെ തന്നെ കൊതികാരനെ ഞാൻ ഫസ്റ്റ് തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാരാണെങ്കിൽ ചക്കേൻ്റെ സീസണാണ്, മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. കാരണം ബീഫിന് ആ ഒരു ഉപ്പും പച്ചമുളകിലും വേവിച്ചെടുത്ത് ബീഫിന് പ്രത്യേക രുചിയാണ്. അപ്പോൾ അത് ചക്കേൻ്റെ കൂടെ ആ ഒരു കോമ്പിനേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ.